ബർത്ത്ഡേ ആയിട്ട് കുറേ സർപ്രൈസസ് ഉണ്ടായിരുന്നു കേട്ടോ വിസ്മയക്കും വൈഷ്ണവനും. ഫസ്റ്റ് അച്ചുവും അപ്പവും കൂടി സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് വന്നു. വിസ്മയുടെ മനസ്സറിഞ്ഞ് അച്ചു ഒരു ഫ്ലവർ ബൊക്കെ ആയിട്ടോ വന്നേ. അപ്പോൾ വിസ്മയുടെയൊക്കെ പറയായിരുന്നു ഫ്ലവർ ബൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ അതറിഞ്ഞ് അവൾ കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ. അപ്പോൾ വിസ്മയ വളരെ ലക്കിയാണ് അച്ചുവിനെ പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടിയതിൽ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ നെയ്ബർ ശ്വേതയും കിരണും മോൻ ചെയ്യാനും അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ വേദ കൂടി ഒരു കേക്കുമായിട്ട് വന്നു കേട്ടോ. അവർ കൊണ്ടുവന്ന് അവർ തന്നെ മുറിച്ച് അവർ തന്നെ തിന്ന് അങ്ങനെയായിരുന്നു കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു രണ്ടുപേരും ആ കേക്ക് മുറിക്കാനും കഴിക്കാനും ഒക്കെ കേട്ടോ. വൈഷ്ണവനും വിസ്മയക്കും കൊടുക്കുന്നതിന് മുമ്പ് അവരാദ്യം വായിൽ വെച്ചു. ഫണ്ടിയായിരുന്നു എന്താണെങ്കിലും ആ കേക്ക് കെട്ടിക്ക് എല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ. ആ സമയത്ത് തന്നെ രേണുവും ശ്രുതിയും ലൂസിയും ഒക്കെ വന്നായിരുന്നു കേട്ടോ കുട്ടികളെ വിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ അതും ഒരു സർപ്രൈസ് എന്താ പറയുക ബർത്ത്ഡേ സെലിബ്രേഷനായിരുന്നു കുട്ടികൾക്ക്. അപ്പോൾ ഇന്നലത്തെ ദിവസം എക്സൈറ്റ്മെൻറ്റും സർപ്രൈസും എല്ലാം കൂടിയിട്ടുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷനായിരുന്നു. അപ്പോൾ കുട്ടികൾ എൻജോയ് ചെയ്തു നല്ലോണം കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയിൽ വാട്ടറിങ് ഹോൾസിൽ ഒരു ചെറിയ പാർട്ടി, അതായത് ഞങ്ങളൊരു 6 ഫാമിലി കൂടിയിട്ടുള്ളൊരു പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയും ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ കിട്ടുന്ന ഒരു വലിയ സന്തോഷം കേട്ടോ ഇതുപോലെയുള്ള ഈ ഗെറ്റ് ടുഗദറൊക്കെ. ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങൾക്ക്.